കൗൺസിലിങ്ങിന്റെ സമയത്ത് ഒരു പെൺകുട്ടി എന്നെ കാണാൻ വേണ്ടി വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ കൗൺസിലിംഗ് സമയം കഴിഞ്ഞു, ഞാൻ പോകുവാണെന്ന് പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് പെൺകുട്ടി വന്നത്. അപ്പൊ പെൺകൊച്ചിനോട് പറഞ്ഞു, ബ്രദർ എനിക്ക് കൗൺസിലിംഗ് ഒന്നും ചെയ്തില്ലേലും വേണ്ടില്ല, ഒന്ന് കാണണം. അപ്പൊ ഞാൻ ആ കൊച്ചിനോട് ചോദിച്ചു, മോളെ എന്താ പ്രത്യേകം പ്രാർത്ഥിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാം. അപ്പൊ ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞു, എനിക്ക് ഈ ശുശ്രൂഷ കഴിഞ്ഞിട്ട് എനിക്ക് കോഴിക്കോട് നിന്നൊരു ശുശ്രൂഷയും കൂടി ഉണ്ട്, അപ്പൊ അതുകൊണ്ടാണ് പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ ആ കൊച്ചിനോട് പറഞ്ഞു, ബ്രദറെ എന്തിനിറങ്ങിയാലും തടസ്സം. 29 വയസ്സുണ്ട് ബ്രദറെ, ഒരു ജോലിയില്ല, വീട്ടിലാണെങ്കിൽ അത്രമാത്രം ദുരിതമാണ്. ഞാൻ ആ കുഞ്ഞിനോട് ചോദിച്ചു, മോൾ ഒറ്റയ്ക്കാണോ ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് വന്നത്? അപ്പൊ ആ കുഞ്ഞ് പറഞ്ഞൊരു കാര്യം ഇതാണ്, അമ്മയ്ക്ക് പ്രാർത്ഥനയോടൊന്നും വലിയ താല്പര്യമില്ല ബ്രദറെ, പക്ഷെ ഞാൻ ചെറുപ്പം മുതലേ ജീസസ് യൂത്ത് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നത് കൊണ്ട് എനിക്ക് ആ വിശ്വാസത്തിൽ വളരാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. പക്ഷെ എന്റെ കുടുംബത്തിൽ പലപ്പോഴും കുടുംബ പ്രാർത്ഥന പോലും ഇല്ല. അമ്മയാണെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ ടിവിയുടെ മുമ്പില, അല്ലെങ്കിൽ ഏതെങ്കിലും ബുക്കും വായിച്ചുകൊണ്ട് എവിടെയെങ്കിലും പോയിരിക്കും. ഞാൻ ഈ കുഞ്ഞിനോട് ചോദിച്ച അപ്പൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോ ആ കുഞ്ഞു പറഞ്ഞു, അപ്പൻ കച്ചവടക്കാരനാ, രാത്രി 10 മണി ആയാലും അപ്പൻ കട അടക്കില്ല. അപ്പൊ ഈ കുഞ്ഞു പറഞ്ഞൊരു കാര്യം ഇതാണ്, ഞങ്ങൾ പലപ്പോഴും ഈ ധ്യാന കേന്ദ്രത്തിൽ തന്നെ ധ്യാനം കൂടാൻ വരാൻ വേണ്ടി ബുക്ക് ചെയ്ത ആളുകൾ. പക്ഷെ അമ്മ പറയുന്ന ഒരു കാര്യം ഇതാണ്, അപ്പന് കട അടച്ചിട്ടിട്ട് നമുക്കൊരു ധ്യാനം കൂടാൻ പോയി കഴിയുമ്പോ ആ 3 ദിവസം നമ്മുടെ കടയിലെ കച്ചവടം പോകും. നമ്മൾക്ക് അപ്പൻ കടയിൽ പോയി പണിയെടുത്താൽ മാത്രമേ ജീവിക്കാനുള്ളൂ എന്ന് അമ്മ ഈ കുഞ്ഞിനോട് പറയും. പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്, ഈ കുഞ്ഞിനോട് പറഞ്ഞൊരു കാര്യം ഇതാണ്, ബ്രദറെ എനിക്ക് എന്റെ വീട്ടിലേക്ക് പോകാൻ പോലും താല്പര്യമില്ല, എനിക്ക് എന്റെ അമ്മയെ അപ്പനെ കാണുമ്പോ എനിക്ക് ഭയങ്കര സങ്കടം തോന്നുക. ഞാൻ ആ കുഞ്ഞിനോട് ചോദിച്ചപ്പോ ആ കുഞ്ഞ് പറഞ്ഞൊരു കാര്യം ഇതാണ്, എന്നെ വിശ്വാസത്തിലേക്ക് നയിക്കേണ്ട അപ്പനെ അമ്മയെയും ഞാൻ അവരെ വിശ്വാസത്തിലേക്ക് നയിക്കേണ്ട ഒരു അവസ്ഥ. പക്ഷെ അവരോട് എത്ര തവണ ഞാൻ പറഞ്ഞു എന്ന് എനിക്ക് തന്നെ അറിയില്ല. പക്ഷെ അവരാരും പള്ളിയിൽ പോകാനോ ഞായറാഴ്ചകളിൽ പോലും പള്ളിയിൽ പോകാനോ കുർബാനയ്ക്ക് പോകുകയോ ചെയ്യാതെ അപ്പൻ ഞായറാഴ്ച കട തുറക്കും. പ്രിയമുള്ളവർ, ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കർത്താവിന്റെ വാഗ്ദാനം ഒരിക്കലും അവന്റെ ജീവിതത്തിൽ നിറവേറുകയില്ല എന്ന വചനം പഠിപ്പിക്കും. അതാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ നേരത്തെ വായിച്ചത്, തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കാതെ സ്വയം ഫലം പുറപ്പെടുവിക്കാൻ ഇറങ്ങി പുറപ്പെടുന്ന അനേകം വിഡ്ഢികളിൽ ഒരാളായിട്ട് ഇന്ന് ക്രൈസ്തവൻ മാറിപ്പോയിക്കൊണ്ടിരിക്കുക. വിശ്വാസ മേഖലയിൽ നമുക്ക് തകർച്ച നേരിടുന്നതിന്റെ കാരണം എന്നാ? ഇത്രമാത്രം മറ്റുള്ള സമുദായങ്ങളുടെ മുൻപില്, ഈ ലോകത്തിന് മുൻപില് ക്രിസ്ത്യാനികൾ നാണം കെടുന്നതിന്റെ കാരണം എന്നാ? അതാണ് കർത്താവിന്റെ വചനം പറയുന്നത്, ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോയി. ഞാൻ ഒരിക്കലും ഓർക്കുകയാണ്, എൻ്റെ ഒരു സുഹൃത്ത്, അവൻ പറഞ്ഞൊരു കാര്യം ഇതാണ്, അവന്റെ ജീവിതത്തിൽ അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തില് അവന്റെ വീട്ടിൽ പശുവിനെ നോക്കാനായിട്ടൊരു ചെറുക്കൻ കൊച്ചുണ്ടായിരുന്നു. ആ ചെറുക്കൻ കൊച്ചിന്റെ അമ്മ അവന്റെ വീട്ടിൽ അടുക്കളപ്പണി ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഇവരിങ്ങനെ ഈ ജോലി ചെയ്യുന്നതിനിടയ്ക്ക് ഇവരിങ്ങനെ ജപമാലയൊക്കെ ചൊല്ലി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് കാണാം. അപ്പൊ എന്റെ സുഹൃത്ത് അവനോട് എപ്പോഴും പറയും, നിനക്ക് വേറെ പണിയില്ല, ഈ ജപമാല ചൊല്ലി നടക്കുക, മര്യാദയ്ക്ക് പണിയെടുക്കണമെന്ന് പറയും. അപ്പൊ ഇവനിങ്ങനെ എപ്പോഴും ആ കുഞ്ഞിനെ ഇങ്ങനെ വഴക്ക് പറഞ്ഞ്, ഇവൻ ഈ വഴക്ക് കേട്ടാൽ ഇവൻ അതിനകത്തൊരു മടിയൊന്നും വിചാരിക്കില്ല, അവൻ പറയുന്ന പണിയൊക്കെ ചെയ്യും. വീണ്ടും ഇവൻ എപ്പോഴേലും ആരും കാണാതിരിക്കുമ്പോൾ ഇവൻ ജപമാല ചൊല്ലി ഇങ്ങനെ നടക്കും. പശുവിന് പുല്ല് എത്താൻ പോകുമ്പോ ഇവൻ ഇങ്ങനെ ഈ കരുണയുടെ ജപമാലയൊക്കെ ചൊല്ലുമായിരുന്നവർ. കുറെ വർഷങ്ങൾ ഇങ്ങനെ മുമ്പോട്ട് കടന്നുപോയി. ഇവന്റെ അമ്മ അതേ വീട്ടിലെ അടുക്കള പണിക്കാരത്തിയാണ്. അങ്ങനെ അടുക്കളപ്പണി ചെയ്ത് അമ്മ അവളെ വീട്ടിൽ ജീവിക്കുന്നു, ഈ മകൻ പുറത്ത് പശുവിനെയൊക്കെ നോക്കി ഇങ്ങനെ ജീവിക്കുന്നു. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 10-20 വർഷം കഴിഞ്ഞപ്പോൾ ഇവൻ ഒരു ദിവസം കല്യാണമൊക്കെ കഴിഞ്ഞ് ഇവനും അവന്റെ ഭാര്യയും കൂടെ കൂട്ടിയിട്ട് കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ ഒരു ടൂർ പോവുകയാണ്. അങ്ങനെ ഇവര് താജ്മഹലൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് ഡൽഹി ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവൻ പറയാണ്, ഡൽഹി റെയിൽവേ സ്റ്റേഷൻ ചെന്നപ്പോൾ ഇവന്റെ വീട്ടിൽ അടുക്കളപ്പണിക്ക് നിന്ന് ആ ചേച്ചിനെ അവിടുന്ന് കാണുകയാണ്. വർഷങ്ങൾക്ക് ശേഷം ഇവന്റെ വീട്ടിൽ അടുക്കളപ്പണി ചെയ്തിരുന്ന ആ ചേച്ചീനെ ഈ ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഇവൻ ആ ചേച്ചിയോട് ചോദിച്ചു, എന്താ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ആ ചേച്ചി പറഞ്ഞു, എന്റെ മകൻ വരുന്നുണ്ട്, ഞാൻ മകനെ കാണാൻ വേണ്ടി വന്നതാന്ന് പറഞ്ഞു. അപ്പൊ ഇവൻ നോക്കുമ്പോ ചേച്ചി നല്ല ഡ്രസ്സൊക്കെയാണ് ഇട്ടേക്കുന്നത്. അന്ന് കീറി പറഞ്ഞ ഡ്രസ്സ് ഇട്ട് നടന്ന ആ അമ്മ ഇന്ന് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഈ റെയിൽവേ സ്റ്റേഷനിൽ സ്വന്തം മകനെ നോക്കി നിൽക്കുക. അപ്പൊ ഇവൻ ചോദിച്ചു, മകൻ എന്നാ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ഇത് ചോദിച്ചോണ്ടിരുന്നപ്പോ ആ അമ്മ പറഞ്ഞു, മകൻ ഗവൺമെന്റ് ജോലിക്കാരനാ. അപ്പൊ ഇവനോട് ഈ അമ്മ തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മോനിപ്പോ എന്നാ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞു, ഞാന് ഒരു കടയുണ്ട്, പിന്നെ ഇങ്ങനെ ചെറിയ എന്തെങ്കിലുമൊക്കെ പണിയൊക്കെ ചെയ്ത് ജീവിക്കും. ഒരു കാലഘട്ടത്തില് എന്റെ ഭവനത്തില്
ജോലിക്കാരിയായിരുന്ന ആ അമ്മ ഈ മകനോട് ചോദിക്കുമ്പോ ഈ മകന് പ്രത്യേകിച്ച് ഒരു ജോലി പറയാനില്ല. ഒരു കാലഘട്ടത്തില് ഇവരുടെ വീട്ടിൽ അടുക്കള പുറത്ത് പണിയെടുത്ത് നടന്നിരുന്ന അമ്മ ഇന്ന് സ്വന്തം മകനെ കാണാൻ വേണ്ടി, ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായ മകനെ കാണാൻ വേണ്ടി ഈ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് നിൽക്കുമ്പോ ഇവൻ പറയുക, ആ അമ്മ ഇട്ടേക്കുന്ന ഡ്രസ്സൊക്കെ വെച്ച് നോക്കുമ്പോ എനിക്ക് ആ അമ്മയുടെ മുമ്പിൽ നിൽക്കാൻ നാണം തോന്നുക. പ്രിയമുള്ളവരെ, കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഇവൻ പറയാണ്, ഈ മകൻ വന്നു, ഈ മകൻ ഒരു കാറിന് വന്ന് ഇറങ്ങി, ഇവന് ചുറ്റും 4 പേര് നിൽപ്പുണ്ട് തോക്കൊക്കെ പിടിച്ച്. ഇപ്പൊ ഇവരൊന്നും മനസ്സിലാകുന്നില്ല. ഇപ്പൊ ഇവര് ഈ അമ്മയോട് ഇങ്ങനെ നോക്കുക, അമ്മന്റെ മുഖത്തേക്ക് നോക്കുന്നു, ഈ മകന്റെ മുഖത്തേക്ക് നോക്കുന്നു. ഈ മകൻ ഓടി വന്ന് അമ്മയെ വന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ കൊടുത്തിട്ട് ഈ അമ്മേനെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ ഈ അമ്മ പറഞ്ഞു, മോനെ, നമ്മൾ പണ്ട് ജോലി ചെയ്ത വീട്ടിലെ ആ മകൻ ഇവിടെ ഉണ്ട്, അവൻ നിന്നെ കാണാൻ വേണ്ടി ഇവിടെ നിപ്പുണ്ട് എന്ന് പറഞ്ഞ് ഈ എന്റെ സുഹൃത്തിനെ ഈ അമ്മ അടുത്തേക്ക് വിളിക്കുമ്പോ ഇവൻ പറയുകയാണ്, എനിക്ക് ആ അമ്മയുടെ മകനെ മുമ്പിലേക്ക് പോകാൻ നാണോ? 4 പട്ടാളക്കാരുടെ നടുവിൽ വന്നിറങ്ങിയ ഈ മകനെ നോക്കി ഈ അമ്മ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ, ഈ മകനെ നോക്കി നിൽക്കുമ്പോ എന്റെ സുഹൃത്ത് പറയാ, നാണം കെട്ടിട്ട് എനിക്ക് അവന്റെ മുഖത്തേക്ക് നോക്കത്തില്ല. അവനോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അവൻ ഇന്ത്യൻ നേവിയുടെ ഏറ്റവും വലിയ ഓഫീസറായിരുന്നവൻ. അവൻ പറയാണ്, ഒരു കാലത്ത് ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോ ഞാൻ അവനെ കളിയാക്കിയിട്ടുണ്ട്. ഒരു കാലത്ത് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഞായറാഴ്ച ദിവസം കുർബാനയ്ക്ക് പോയിട്ട് ജോലിക്ക് വരുമെന്ന് പറയുമ്പോ ഞാൻ എന്റെ അപ്പനോട് പറഞ്ഞിട്ടുണ്ട്, ഇവരെ പറഞ്ഞു വിട്ടിട്ട് വേറെ ആളെ ജോലിക്ക് വെക്കുക എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവൻ പറയുകയാണ്, ഇപ്പോഴാണ് എന്റെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് ഇത്രമാത്രം ശക്തിയുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് ഇവന്റെ ജീവിതം മുഖേനയാണ്. ഒരു കാലഘട്ടത്തില് ഞാൻ കളിയാക്കിയിരുന്നവൻ ഇന്ന് 4 പേരടങ്ങുന്ന സെക്യൂരിറ്റിമാരുടെ നടുവില് ഈ ഭൂമിയില് അല്ലെങ്കിൽ ഒരു റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുമ്പോ അന്ന് പണവും പ്രതാപവും ഉണ്ടായിരുന്നവൻ അവന്റെ മുമ്പിൽ പോയിട്ട് ഒന്നുമല്ലാത്ത പോലെ നിൽക്കുമ്പോ, പ്രിയമുള്ളവരെ, കർത്താവിന്റെ വചനം പറയുക, ദൈവത്തോട് ചേർന്ന് നിൽക്കുക ക്രിസ്ത്യാനി, ദൈവത്തോട് ചേർന്ന് നിൽക്കുക നിങ്ങള്, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങളുടെ ജീവിതം മാറുന്നത്. അതുകൊണ്ടാണ് റാഫേൽ തട്ടിൽ പിതാവ് സ്ഥാനം ഏറ്റെടുത്തപ്പോ പിതാവ് പറഞ്ഞൊരു കാര്യമുണ്ട്, സഭയോട് ചേർന്ന് നിൽക്ക്, സഭയെ ധിക്കരിച്ചു പോകാനല്ല, തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കാതെ ഫലം പുറപ്പെടുവിക്കാൻ പറ്റുമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അവരെ ബൈബിൾ വിളിക്കുന്ന പേരാണ്, അവരെ ബൈബിൾ വിളിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേരാണ് വിഡ്ഢി.